الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മെ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ നാമുമായി നല്ല അടുപ്പമുള്ള, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞ് ശാരീരികമായും സാമ്പത്തികമായും നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, ഒരു അതിഥിയായി വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടായിത്തീരും. വരുന്നതിന് മുമ്പ് തന്നെ നാം അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഇനി ആ അതിഥി നമ്മുടെ വീടുകളിൽ താമസിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ആക്കി കൊടുക്കുകയും നമ്മൾ ചെയ്യും. സൗകര്യങ്ങൾ മാത്രമല്ല, അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുകയും, ഒരുപക്ഷെ അവർ വരുന്നത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ നമ്മുടെ ജോലികൾ വരെ നമ്മൾ ലീവ് എടുത്തെന്ന് വരും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി വരുന്നത്.
ഒരു കുറ്റവും കുറവുമില്ലാത്ത രീതിയിൽ അവരെ സ്വീകരിക്കണം, അവന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ അവരെ ആതിഥ്യമരുളാറുണ്ട്. കാരണം എപ്പോഴെങ്കിലും വരുന്നവരാണ്. അങ്ങനെയാകുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധകൾ അവരുടെ കാര്യത്തിൽ നമുക്കുണ്ടാകുകയും ചെയ്യും. ഇതുപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് അതിഥിയായി എത്തുമ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരുക്കമാണ് ചെയ്തിട്ടുള്ളത്. റമദാൻ എല്ലാ വർഷങ്ങളും ആവർത്തിച്ച് വരും. പക്ഷെ ആവർത്തിച്ച് വരുന്ന റമദാനിൽ ഞാനും നിങ്ങളും സാക്ഷിയാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കഴിഞ്ഞ റമദാനിൽ സാക്ഷിയായ പലരും ഇന്ന് ഖബറിലാണ്. കഴിഞ്ഞ റമദാനിൽ സജീവമായി നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് വീടുകളിൽ വിശ്രമത്തിലാണവർ. അവർ കഴിഞ്ഞ വർഷം അങ്ങനൊന്നും വിചാരിച്ചിരുന്നില്ല, നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ. പക്ഷേ ആ റമദാൻ നമ്മളിലേക്ക് വരുന്ന സമയത്ത് സഹോദരന്മാരെ, ഒരുപാട് പുണ്യങ്ങളും പാപമോചനങ്ങളും നരകമോചനവും സ്വർഗപ്രവേശനവുമായി വിശ്വാസികളെ തേടിയെത്തുന്ന റമദാൻ വലിയൊരു അനുഭൂതിയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത്. കാരണം ഒരു അവസരം കൂടി അള്ളാഹു നൽകുക. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് സാക്ഷിയാകാൻ കഴിയുമോ എന്നൊന്നും നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. എന്നിരുന്നാലും ആ റമദാനിന് വേണ്ടി നാം വലിയ ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീടുകളും പള്ളികളും പെയിന്റ് അടിച്ചെന്ന് വരാം. പക്ഷെ നമ്മുടെ മനസ്സുകൾ ശുദ്ധിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ റമദാന് കൊണ്ട് യാതൊരു നേട്ടങ്ങളും ഉണ്ടായിത്തീരുകയില്ല. നമ്മുടെയൊക്കെ ഓരോ ആളുകളുടെയും വയസ്സുകളെടുത്ത് പരിശോധിച്ചു നോക്കിയേ, എത്രമാത്രം റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 10, 40, 50 കൊല്ലത്തെ റമദാനിന് സാക്ഷ്യം വഹിച്ചവരാണ് പലരും. പക്ഷെ ആ റമദാന് കൊണ്ട് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള റമദാനേക്കാളും ഒരു നന്മയെങ്കിലും കഴിഞ്ഞ റമദാനിന് ശേഷം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ തൊട്ടു മുമ്പ് തന്റെ സഹാബികളോട് റമദാനിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടും. മുൻഗാമികളുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റമദാനിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ റമദാനിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. കാരണം എന്താണ്? അത്രമാത്രം സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ഈ റമദാനിൽ നമുക്ക് ഇത്രമാത്രം സന്തോഷങ്ങൾ നേടിത്തരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുബശ്ശിറു അസ്ഹാബഹു, സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദ് ജാഅക്കും ശഹ്റു റമദാൻ ശഹ്റുൻ മുബാറക്, ഒരു അനുഗ്രഹീതമായിട്ടുള്ള റമദാൻ, അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാസം നിങ്ങളുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നു. കതബല്ലാഹു അലൈക്കും സിയാമഹു, ആ മാസത്തിൽ നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഫീഹി തുഫത്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട മാസമാണ്. വതുഗ്ലിഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട സമയങ്ങളാണ്. അതേപോലെ തന്നെയാണ് പിശാചിനെ പിടിച്ചു കിട്ടിയ മാസം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു ദിവസം വരാനുണ്ടെന്ന്. 1000 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഒരു പുരുഷായുസ് മുഴുവനും പുണ്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങൾ വരാനുണ്ടെന്ന്. ഏകദേശം 80-84 വർഷത്തോളം പുണ്യം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള
ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നമ്മളത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈ ഒരു വർഷമെങ്കിലും ഞാൻ അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുമെന്നുള്ള ചിന്തയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത്. റമദാനിന് മുമ്പേ 2 കാര്യങ്ങൾ നാം ഒരുങ്ങണം. 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരുങ്ങേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയ്യത്ത് തന്നെയാണ്. അത് റമദാനിന് വേണ്ടി മാത്രമല്ല. ഇപ്പോ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്നു, വെള്ളിയാഴ്ച രാവിലെ തന്നെ പള്ളിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. സാധാരണ ഒരു ദിവസമല്ല ഇത്. ആ നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. ഇതേപോലെ ഓരോ നന്മകൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ മനസ്സിലുണ്ടായി തീരേണ്ടത് നന്മയാകുന്ന, നന്മ ചെയ്യുമ്പോൾ നിയ്യത്ത് നന്നാക്കി തീർക്കണമെന്നുള്ളതാണ്. മാനസികമായി ഒരുങ്ങണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം. അദ്ദേഹം പറയാണ്, മോനെ, യാ ബുനയ്യ, പൊന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ നന്മകൾ ചെയ്യാൻ നിയ്യത്ത് വെക്കണം. നോക്കിയട്ടെ, അത് ഏത് നന്മയാണെങ്കിലും ശരി, നന്മ ചെയ്യണമോ നിന്റെ മനസ്സിൽ നിയ്യത്തുണ്ടായിത്തീരണം. പള്ളിയിൽ നിന്നൊരു വേസ്റ്റ് കിട്ടി പുറത്തേക്കിടുന്ന സമയത്ത് തന്റെ മനസ്സിലുണ്ടാവണം, പടച്ചോനെ, ഇതൊരു നന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ല റബ്ബേ, നീ മാത്രമാണ് കാണുന്നത്. എനിക്കിതിന്റെ പുണ്യം തരണമേ എന്നൊരു നിയ്യത്തുണ്ടാവണം. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അതിന്റെ പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ലാ തസാലു ബിഖൈറിൻ മാ നവൈതുൽ ഖൈർ. ആ നിയ്യത്ത് മനസ്സിലുള്ള കാലം എത്രയും നീ നന്മയിലാണ്. ആ നന്മ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രയത്നിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ചെയ്യണമെന്നുള്ള വിശ്വാസവും മനസ്സും, അത് ഞാൻ ചെയ്തിരിക്കുമെന്നുള്ള ദൃഢവിശ്വാസവും നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിലും അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ആ ചെയ്യുന്ന കാലം എത്രയും അവൻ നന്മയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതേപോലെ തന്നെയാണ് നാം ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള നന്മകൾ. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഒരാള് സ്ഥിരമായിട്ട് രാത്രി നമസ്കരിക്കുന്ന ആളാണ്, ഒരാൾ സ്ഥിരമായിട്ട് ദുആ നമസ്കരിക്കുന്ന ആളാണ്, ഒരാൾ സ്ഥിരമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾക്കൊരു പ്രാവശ്യം ഈ നന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇദാ മരിലൽ അബ്ദു ഔ സാഫറ കതബ ലഹു മിത്ലു മാ കാന യഅമൽ മുഖീമൻ സ്വഹീഹൻ. സ്ഥിരമായി നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു അടിമക്ക് അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ച് മുടങ്ങിയാലും, ആ കാര്യം മുടങ്ങിയാലും അവന്റെ നിയ്യത്ത് പ്രകാരം പ്രതിഫലം കിട്ടുന്നതാണ്. ആലോചിച്ച് നോക്കിയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിക്കുന്ന സ്നേഹം, കാരുണ്യം എത്രമാത്രമാണ്. സ്ഥിരമായിട്ട് ജമാഅത്തിന് വരുന്ന ഒരാള് ഒരു ജമാഅത്ത് പോലും അയാൾ മുടക്കാറില്ല. എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് വന്ന് ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കുന്ന വ്യക്തി ഒരു ദിവസം കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കുന്നു, അയാൾക്ക് യാതൊരു നിവൃത്തിയുമില്ല പള്ളിയിലേക്ക് വരാൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? നല്ല കാലത്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിത്തീരണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നന്മകൾ ചെയ്യണം എന്ന ചിന്ത ഉണ്ടാകണമെന്ന് മാത്രമല്ല, ആ നന്മ ചെയ്യാനുള്ള പ്രയത്നങ്ങളും കൂടി നമുക്ക് ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് കഴിഞ്ഞ ആ സമുദായങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ, ആ സമുദായത്തിനൊക്കെ ഒരുപാട് ആയുസ്സുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. 950 വർഷം മാത്രം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകരായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ അപ്പുറത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ആയുസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ചെറിയ ആയുസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പുണ്യങ്ങൾ തരും എന്നുള്ളത്.
അത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണത്. വലിയ ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എൻ്റെ ഉമ്മത്തിന്റെ ആളുകളുടെ പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായം എന്നാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് കാലത്തിനിടയിൽ എൻ്റെ സഹോദരന്മാരെ, നാം ചെയ്യുന്ന ഓരോ നന്മകൾക്കും വമ്പിച്ച പുണ്യമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് റമദാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള നല്ല നിയത്താണ്. തീരുമാനിക്കണം, ഈ റമദാനിൽ എന്ത് ചെയ്യും, എനിക്ക് സാധിക്കുന്ന തരത്തിൽ കഴിഞ്ഞ പോലത്തെയുള്ള റമദാനല്ല, കൂടുതൽ നന്മ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കുമെന്നുള്ളൊരു നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബ ചെയ്ത് മടങ്ങുക. പലരും വിചാരിക്കുന്നത് റമദാനിൽ തൗബ ചെയ്താൽ മതി. അല്ല, റമദാനിൽ മാത്രം തൗബ ചെയ്യേണ്ടവരല്ല, എല്ലാ ദിവസവും തൗബ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാർത്ഥമായി തൗബ ചെയ്ത് പാപക്കറകൾ മായിച്ച് നല്ല ഹൃദയത്തോടെ റമദാനിൽ ഏതൊക്കെ സൽക്കർമ്മങ്ങളാണ് നമുക്ക് അധികരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റമദാൻ വരുന്നതിന് മുമ്പും ചെയ്യണം, പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സഹോദരന്മാർ നമ്മൾ തയ്യാറാവണം. എത്ര ആളുകൾ ഈ റമദാനിൽ സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് റമദാനിന് മുമ്പ് തന്നെ തൗബ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. റമദാനിൽ നാം മനസ്സിലാക്കുന്നത്, റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നോമ്പാണ്. രാവിലെ മുതൽ മഗ്രിബ് വരെയുള്ള ആ പട്ടിണി, എല്ലാ ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും, ആരുമില്ലാതിരുന്നിട്ടും ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ചെറിയ കുട്ടിയോട്, നോമ്പനുഷ്ഠിച്ച കുട്ടിയോട് ഉച്ചനേരത്ത് ചോദിച്ചു നോക്കിയിട്ട് നിനക്ക് ജ്യൂസ് വേണം വേണ്ടെന്നേ പറയൂ. എന്തേ കാരണം? അങ്ങനെയാണ് റമദാനിനെ അങ്ങനെയാണ് കണ്ടത്. നോമ്പിന് ചെറിയ മക്കളടക്കം അങ്ങനെയാണ്. ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ നോമ്പ് ബാത്തിലായി പോകും, എൻ്റെ നോമ്പ് ബാത്തിലായി പോകും. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പ് എന്തിനാന്ന് കൂടി അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികൾക്കാണ് നോമ്പ്, വേറെ ആർക്കും അല്ല. മനസ്സിലായില്ലേ? വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ചിലർ പറയും, ഞാൻ 28 കൊല്ലായി നോമ്പെടുക്കുന്നത്, ഞാൻ മുസ്ലിം അല്ല, പക്ഷെ കൂലി ഉണ്ടാവില്ല. പട്ടിണി കിടക്കുക എന്നുള്ളതല്ലാതെ അതിന് പുണ്യം ഉണ്ടാവില്ല. അത് നമുക്കുള്ള വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് മാത്രമേ ഇതിനുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, വിശ്വാസികളെ മുൻകഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അതിനു വേണ്ടിയാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടിയാണ്. റമദാനിൽ എത്രമാത്രം സൂക്ഷ്മതകൾ നമ്മൾ പാലിക്കാറുണ്ട്. കണ്ണുകളെ നിയന്ത്രിക്കും, സ്വഭാവങ്ങളെയും സംസ്കാരങ്ങളെയും നിയന്ത്രിക്കും, എല്ലാം ക്ലിയർ ആകും. നമ്മൾ പറയും, ഒരാൾ ചീത്ത വിളിച്ചാൽ വരെ നമ്മൾ പറയൽ എന്താണ്? ഞാൻ നോമ്പുകാരനായി പോയി. അതിന്റെ അർത്ഥം എന്താ? മഗ്രിബായിട്ടെന്നാ? അല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. പിന്നെന്താണ്? ഞാൻ നോമ്പുകാരനാണ്, ഞാൻ രാവിലെ മുതൽ രാത്രി വരെ നോമ്പനുഷ്ഠിച്ചത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണെങ്കിലും മഗ്രിബിന്റെ ശേഷവും ഞാൻ അതിന്റെ പ്രതിഫലം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. ലഅല്ലകും തത്തഖൂൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ എന്ത് ചെയ്യണം? കൂടുതൽ സൂക്ഷ്മത പാലിക്കും. ഞാൻ ഈ റമദാനോടുകൂടി ജീവിതം തന്നെ മാറും എന്നുള്ളൊരു തീരുമാനം സഹോദരന്മാരെ ഉണ്ടാക്കണം. അത് മാത്രം കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. റമദാനിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസം, പാപങ്ങൾ കഴുകാനുള്ള മാസം. അതുകൊണ്ട് റസൂല് പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുക, എങ്ങനെ നോമ്പനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ചിട്ടോ. പട്ടിണി കിടക്കലല്ല നോമ്പ്, പിന്നെയോ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കുന്നതാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അവസരം എൻ്റെ പ്രിയപ്പെട്ടവരെ വേറെന്താ വേണ്ടത് നമുക്ക്? നാളെ ഒരുപക്ഷെ ഒന്നാമത്തെ നോമ്പനുഷ്ഠിച്ചില്ലേ, അടുത്ത ആഴ്ച ഒന്നാമത്തെ നോമ്പനുഷ്ഠിച്ച് രണ്ടാമത്തെ ദിവസം ഖബറിലാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പുണ്യം വേറെന്താ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയും, വമൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ടേ അതിനെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പുറത്തുവരുന്ന പറഞ്ഞത്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. വെറുതെ സ്വർഗം കിട്ടൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് വേണ്ടി മെനക്കെടണം. അതുകൊണ്ട് റമദാനിന്റെ മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഴുവനായി നോമ്പനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ ഞാനിതാ ആ രാത്രി നേരത്തെ ആ ലൈലത്തുൽ ഖദറിന്റെ സമയം ഞാൻ റബ്ബിന് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ള തീരുമാനം, ആ സമയത്ത് ഈ പുണ്യം തേടി നമ്മൾ പ്രതീക്ഷിക്കണം. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും രാത്രി നേരം റമളാനിലെ രാത്രി നേരം നിന്ന് നിസ്കരിച്ചാൽ ഈമാനും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ? ഇമാമുഖന് കുറച്ചങ്ങോട്ട് ഓതിപ്പോയാൽ അന്നത്തെ ഫുഡ് നമ്മളെ വകയാ, നമ്മളെ വീട്ടിലാ. എന്താണ് ഇത്ര പാട് ഓതരുത് കേട്ടോ, കഴിയില്ല. നമുക്ക് പലപ്പോഴും മടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം സഹോദരന്മാരെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ജമാഅത്തായി നമസ്കരിച്ചു. സ്വഹാബികൾ പറയാണ്, റസൂൽ ആദ്യം തന്നെ സൂറത്ത് ബഖറ അങ്ങോട്ട് ഓതിയെന്ന്. ബഖറ ഒന്നാമത്തെ പേജ് ഓതുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാണ്, പഠിച്ചോനെ രണ്ടാമത്തെ പേജ് ഓതല്ലേ എന്ന്. ബഖറ ഓതി കഴിഞ്ഞ് സൂറത്ത് ആൽ ഇംറാൻ ഓതിയെന്ന. എത്രയാണ് 400 ആയത്തുകളും ഒരൊറ്റ റക്അത്തിൽ ഓതുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരായ അവരുടെ ഈമാൻ എത്രമാത്രമായിരിക്കും? രണ്ടാമത്തെ ദിവസം പള്ളി ഫുള്ളായി തീർന്നു. മൂന്നാമത്തെ ദിവസം പള്ളി കവിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4-ാമത്തെ ദിവസം വന്നില്ല എന്നാ. എന്തേ കാരണം എന്നറിയോ? ഇവരുടെ ഈ ആവേശം കണ്ടിട്ട് ഇത് നിർബന്ധമായി പോകുമെന്ന് പേടി. ചിന്തിച്ചു നോക്കിയട്ടെ, എന്തേ കാരണം എന്നറിയ ഈ ആവേശം? ഒന്നാമത്തെയും രണ്ടാമത്തെയും 5-ാമത്തെയും രാത്രി നമസ്കാരത്തിന് നമ്മുടെ പള്ളികൾ ഫുള്ളായിരിക്കും. പിന്നിങ്ങനെ കുറയാണ്. സ്വഹാബിമാരുടെ ഈമാൻ കൂടിയപ്പോൾ നമ്മളുടെ ഈമാൻ കുറയുകയാണെങ്കിൽ സ്വഹാബികൾ മനസ്സിലാക്കിയ ഈ ഹദീസ് ഉണ്ടല്ലോ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞുപോയ പാപങ്ങൾ പടച്ചോ പുറത്തേരുന്നാണ്. ഇത് ഓർക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീട്ടിൽ രാത്രി ഇരിക്കാൻ കഴിയുക? ഓടൂലവൻ. അതുകൊണ്ട് രാത്രി നിസ്കാരം ഞാൻ സജീവമാക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഉണ്ടാകണം സഹോദരന്മാരെ. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതെന്തിനാണ് റമളാനിന് മുമ്പ് തന്നെ പറയുന്നത്? നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം, ഈ റമളാനോടുകൂടി ഞാൻ അത് നിലനിർത്തും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ ഇശാ നിസ്കാരവും സുബ്ഹ് ജമാഅത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് റമളാനിൽ മാത്രമല്ല കേട്ടോ, റമളാനിലല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തേ നമ്മൾ റമളാനിൽ സുബഹിക്ക് പള്ളിയിൽ ഫുള്ളായിട്ടാണ്, റമളാന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റമളാന്റെ മുമ്പ് എന്തേ ആള് കുറവ്? അത് അത്താഴം കഴിക്കാനുള്ള സമയമായതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നു. എന്നാലും ചില ആളുകളുണ്ട് അത്താഴം കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി സുബഹി ജമാഅത്തിന് വരാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ ചോദിക്കലെന്ന് എന്താണെന്നറിയോ? എത്ര മണിക്കാ തറാവി എന്ന് ചോദിക്കുക, എത്ര മണിക്കാ ഇശാ എന്ന് ചോദിച്ചു. നമ്മളാരെങ്കിലും വിളിച്ചു നോക്കിയട്ടെ, എത്ര മണിക്കാ തറാവി എന്ന് ചോദിക്കും. എത്ര മണിക്കാണ് ഇശാ ജമാഅത്ത് നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിക്കേണ്ടത് അതല്ലേ ഫർള് നമസ്കാരം. ആ ഫർള് നമസ്കാരത്തിന് വന്നവൻക്ക് ഈ തറാവി നമസ്കാരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈൽ കുല്ലഹു. ആരെങ്കിലും ഇശാ ജമാഅത്ത് ഒരാൾ നമസ്കരിച്ചാൽ, ഇശാ ജമാഅത്താ പറഞ്ഞത്, അവർ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണെന്നാണ്.
സുബഹി ജമാഅത്ത് അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ പലതും നമ്മൾ നഷ്ടപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ തീരുമാനിക്കണം, മാറണം എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടായിത്തീരണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആന്റെ പാരായണമാണ്. റമദാൻ അല്ലേ, ഖുർആൻ ഇറങ്ങിയ ഒരു മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഖുർആനുമായിട്ടുള്ള നല്ലൊരു ഹൃദയബന്ധം ഉണ്ടാവണം. റമദാനിന്റെ ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസമൊക്കെ നല്ല ഒത്തായിരിക്കും. എന്നിട്ടും ചില ആൾക്കാരുടെ ബക്കറ തീർന്നിട്ടുണ്ടാവില്ല. എന്തേ കാരണം എന്നറിയോ? പിന്നെ ഒത്ത് അങ്ങോട്ട് സ്ലോ ആണ്, പിന്നെ ഓൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഖത്തം നമ്മൾ തീർത്തിട്ടുണ്ടോ എന്നുള്ളത്. ഒരു ഖത്തം തീർത്താൽ തന്നെ നമുക്ക് ഭയങ്കര സംഭവമാണ്. പക്ഷേ നമ്മുടെ മുൻഗാമികളൊക്കെ 40ഉം 60ഉം ഖത്തം തീർത്തവരായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റമദാനിൽ അവർ ചെയ്യാറുള്ളത്, അവർ എല്ലാം മടക്കി വെച്ച് ഖുർആനിലായിരുന്നു അവരുടെ ശ്രദ്ധകൾ. നമുക്ക് സാധിക്കും അവരുടെ അടുത്തെത്തിയില്ലെങ്കിലും അവർ പോയ വഴിയിലൂടെങ്കിലും സഞ്ചരിക്കാൻ സഹോദരന്മാരെ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് റമദാന്റെ മുമ്പ് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആദ്യത്തെ 15 ദിവസമാകുമ്പോഴേക്കെങ്കിലും ഞാനൊരു ഖത്തം തീർക്കും എന്നുള്ള തീരുമാനത്തിലെത്തണം. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം എന്താണെന്നറിയാം, ഒരു ദിവസം 1, പിന്നെ 30 തീരും. അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് തീരും. അതങ്ങോട്ട് മാറ്റി നോക്ക്. അങ്ങനെ ഓതിക്കൂടാന്നല്ല, ഓതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഒരു 15 ദിവസമാകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും, ഒരു ഖത്തം തീർക്കാൻ നോക്കും, അല്ലെങ്കിൽ 3 തീർക്കാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 30 ആകുമ്പോഴേക്കും 2 തീർക്കാൻ പറ്റൂലേ സഹോദരന്മാരെ? നമ്മൾ ചിന്തിക്കാം. നമ്മുടെ മുൻഗാമികൾ പോയ വഴിയിലൂടെയെങ്കിലും സഞ്ചരിക്കാനുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 പ്രാവശ്യം ഖുർആൻ ഓതി കൊടുത്തിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റമദാനിലെങ്കിലും 2 പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതാനുള്ള പരിശ്രമം നടത്തണം. അതുകൊണ്ട് ഞാൻ ഓതും, ഖുർആനുമായിട്ടുള്ള നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. സോഷ്യൽ മീഡിയകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഞാൻ മാറ്റി വെക്കും എന്നുള്ള തീരുമാനം ഉണ്ടാക്കുക. ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്നുള്ള തീരുമാനം ഉണ്ടാക്കിയാൽ സഹോദരന്മാരെ, ഈ സാധനം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഖുർആനുമായിട്ട് അകന്നു പോയത്. അങ്ങനെയാണ്. പഴയ ആളുകളൊക്കെ നോക്കിയാട്ടെ, എത്ര പ്രാവശ്യം ഖുർആൻ ഓതാറുണ്ട്, നമ്മൾ എത്ര പ്രാവശ്യം സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കെന്താണ്, ഈ റമദാനിലെങ്കിലും എൻ്റെ ജീവിതത്തിന് ഒരു ക്രമങ്ങൾ ഉണ്ടായിത്തീരും എന്നുള്ള വിഷയം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സഹോദരന്മാരെ, ദാനധർമ്മം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റുകൾ പോലെ ദാനധർമ്മം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത്ര കൊടുക്കണം എന്നല്ല, എത്രയാണ് കൊടുക്കാൻ പറ്റുക അത്രയും കൊടുക്കുക. റമദാനിൻ്റെ ഓരോ ദിവസമെങ്കിലും ഒരു ഉറുപ്പ്യെങ്കിലും കൊടുത്താൽ കൂലി ഉണ്ടാവൂലേ? ഉണ്ടാവും. ഒരു 10 ഉറുപ്പ്യ കൊടുത്താൽ 30 നോമ്പിന് എത്രയായി? ഒരു നോമ്പിന് 100 രൂപ വെച്ച് കൊടുത്താൽ 30 നോമ്പിന് എത്രയായി? അവനവർക്ക് സാധിക്കുന്നത് പോലെ. അപ്പൊ നമ്മൾ തീരുമാനിക്കണം എന്താണ്, ഓരോ നോമ്പിനും ഞാൻ എന്ത് ചെയ്യും, ഓരോ സദക്ക ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ ഒരു 30 നോമ്പാകുമ്പോൾ, 29, 30 നോമ്പാകുമ്പോൾ സഹോദരന്മാരെ, അതിൻ്റെ പുണ്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് തുറപ്പിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിത്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിം ഷൈഅ. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അയാൾ നോമ്പ് നോറ്റതുപോലെ തന്നെയുള്ള കൂലി കിട്ടുന്നതാണ്. ആണ് തീരുമാനിക്കണം എന്താണ്, ഞാൻ ഈ റമദാനിൽ ഇത്ര ആൾക്കാരെ നോമ്പ് ഉറപ്പിക്കുന്നു. അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഒന്നേ ഉപയോഗപ്പെടുത്തുക. ഒരു ദിവസം ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ 30 നോമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ 30 നോമ്പ് നമ്മൾ നോറ്റതും അവനെ തുറപ്പിച്ചതും നമുക്ക് കിട്ടൂലേ സഹോദരന്മാരെ? കിട്ടും. ഒരു ദിവസം 2 ആളെ അല്ലേ, ഏതെങ്കിലും ഒരു പള്ളിയിൽ നോമ്പ് നിറയുണ്ടെങ്കിൽ അവിടെ 50 ആളുണ്ടെങ്കിൽ ഒരു ദിവസം 50 ആൾ നോമ്പ് നോറ്റതിന്റെ കൂലി കിട്ടൂലേ സഹോദരന്മാരെ? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ. അതുകൊണ്ട് ഈ റമദാനിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു പണം, സമ്പത്ത് ഞാൻ നോമ്പ് തുറക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ള ചിന്ത, നിയ്യത്ത് സഹോദരന്മാരെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. കൂടുതൽ റമദാൻ വരുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അതേപോലെ തന്നെയാണ് സ്ത്രീകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മാത്രം ഉണ്ടാക്കി തീർക്കേണ്ട സമയമല്ല. പുരുഷന്മാർ ശ്രദ്ധിച്ചാളാ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയുക, ഭാര്യമാരോട് പറയുക, എന്താണ് എപ്പോഴും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തരുത്. അവരും ഇബാദത്ത് മുഴുകട്ടെ. രാത്രിയും പട്ടിണിറങ്ങുന്നല്ല, ആവശ്യത്തിന് ഉണ്ടായിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഇത് മുഴുവനും ഇതിൻ്റെ പിന്നിൽ തന്നെ ആയതുകൊണ്ട് ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങളും ഓതണം ഖുർആൻ, നിങ്ങളും ദിക്റുകൾ ചൊല്ലണം, നിങ്ങളും ഓരോ പുണ്യങ്ങളും ചെയ്യണം, നിങ്ങളും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കണം. സ്ത്രീകളും ശ്രദ്ധിക്കുക, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രാത്രി വരുന്ന എൻ്റെ മക്കൾക്കും ഭർത്താവിനും നോമ്പ് തുറക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ള നിയത്തോടു കൂടി ഉണ്ടാക്കിയാൽ അവർക്കും അതിനുള്ള പുണ്യമുണ്ടല്ലോ സഹോദരന്മാരെ, ഉണ്ട്. അതുകൊണ്ട് അനാവശ്യമായ കാര്യത്തിൽ നിന്നൊക്കെ മാറി ഒരു നല്ല ചിട്ടയും ഒതുക്കത്തോടു കൂടി റമദാനിനെ വരവേൽക്കാൻ നാം ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ റമദാനെ വരവേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റൊരു ചൂടിനെയും കൂടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലുള്ളത്. ശക്തമായ ചൂടും അതോടൊപ്പം തന്നെ പരീക്ഷാ ചൂടും എല്ലാം ഒന്നിച്ചാണ്. രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളോട് പറയാറുള്ളത് നല്ല ചൂടാണ്, പരീക്ഷയാണ്, നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു പരീക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ട് നോമ്പിന് ഇളവില്ല. രക്ഷിതാക്കൾ അങ്ങനെയുള്ള ഒരു നിയ്യത്തോടു കൂടി മക്കളെ സമീപിക്കരുത്. അവർ നോമ്പനുഷ്ഠിക്കട്ടെ. ഇനി ശക്തമായ ചൂട് കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ആ സമയത്ത് ഒഴിവാക്കട്ടെ. അതല്ലാതെ മുൻധാരണയോടുകൂടി എൻ്റെ കുട്ടിക്കതൊന്നും സാധിക്കില്ല എന്ന തീരുമാനം നമ്മൾ ആരും എടുക്കരുത്. അവർക്ക് സാധിക്കുമെങ്കിൽ അവർ നോമ്പനുഷ്ഠിക്കട്ടെ. നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത്. പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പനുഷ്ഠിക്കണം എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്താഴത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് സാധിക്കുന്ന തരത്തിൽ അത്താഴങ്ങൾ കഴിക്കുകയും ഒരു നല്ലൊരു എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നോമ്പുകൾ എന്ത് ചെയ്യും, പൂർത്തീകരിക്കാൻ കഴിയും എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ചൂടല്ലേ എന്നും പറഞ്ഞ് ചൂടിനേക്കാളും പ്രശ്നം പരീക്ഷയല്ലേ, അതുകൊണ്ട് നീ നോമ്പനുഷ്ഠിക്കരുത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. അതിനെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടാനുള്ള ഒരു സമയവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ചെയ്യാറുള്ളത് വെച്ചാൽ കഴിഞ്ഞ റമദാനെ നോമ്പനുഷ്ഠിക്കാനുണ്ടെങ്കിൽ ഇന്ന് അടുത്ത റമദാന്റെ മുമ്പല്ലേ, അപ്പോഴത്തേക്ക് എന്തെങ്കിലും ആക്കാം, എപ്പോഴത്തേക്ക് എന്തെങ്കിലും നോമ്പ് വന്നു. എന്നിട്ടും നോമ്പുകൾ അനുഷ്ഠിക്കാതെ ബോധപൂർവം വൈകിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വലിയ തെറ്റാണത്. കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ റമദാനിന്റെ നോമ്പനുഷ്ഠിക്കാത്ത സ്ത്രീകളുണ്ടാകും. ഇത്രയും ഗൗരവത്തിലെടുക്കാതെ അത് കുഴപ്പമില്ല എന്ന് പറയാം. പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അവർ കഴിഞ്ഞ വർഷത്തെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയണം, മോനെ നീ നോമ്പനുഷ്ഠിക്കണം, കഴിഞ്ഞ വർഷം 2 നോമ്പ് നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പ്രായപൂർത്തിയെത്തിയിട്ട് നമ്മൾ പറയൽ എന്താണ്, അവൻ ചെറിയ കുട്ടിയാണെന്ന്. അല്ല, അവൻക്ക് എന്താണ്, ഇതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകൾ അനുഷ്ഠിക്കാനുള്ള ആളുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക.
അല്ലാതെ അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയൊരു തെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുകൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാരോട് ഒന്ന് ഓർമ്മപ്പെടുത്തുക, നിനക്ക് എന്തെങ്കിലും നോമ്പുകൾ അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ ഇതാ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ പെൺമക്കളോടൊക്കെ എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരും ഹോസ്പിറ്റലിലാണ്, ചിലർ വീടുകളിലുണ്ട്, രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ശിഫ നൽകി ആരോഗ്യം നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടുമാപ്പാക്കി പുറത്തു നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നാളെ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഭരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ റമളാനിനെ വരവേൽക്കാനും നോമ്പരട്ടിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നമ്മുടെ മക്കളിൽ നിന്നും കൺകുളിർമയുള്ള നല്ല മക്കളാക്കി വളർത്താൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.